ഇവൾക്ക് അർഹതപ്പെട്ട സ്വത്ത അത് മുഴുവനും. എനിക്കല്ല മോളെ, നിനക്കാ അവകാശവും അർഹതയും. നിന്റെ മുമ്പിൽ ഇനിയും ജീവിതമുണ്ട്. പകയും പ്രതികാരവും കണക്ക് തീർക്കലും ഒക്കെ മാത്രമേ ഇനി എന്റെ മുമ്പിൽ ശേഷിക്കുന്നുള്ളൂ. എന്നാലും ആദ്യത്തെ ശ്രമം നീ ജയിച്ചല്ലോ അമ്മു. മാനേജിംഗ് ഡയറക്ടറുടെ കസേര നീ സ്വന്തമാക്കിയല്ലോ. എന്നാലും അവിടെ ഇരിക്കേണ്ടി വരുന്നത് വലിയ സങ്കടമാണ് മുത്തശ്ശി. എപ്പോഴും മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയാ. ആ ഓർമ്മയാമോ നിന്റെ ബലം. ആ ബലത്തിൽ വേണം നീ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. അടുത്തതെന്താണെന്ന് നീ ആലോചിച്ചോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണം. ബന്ദിപ്പൂരിലെത്തിയെന്ന് എല്ലാവർക്കും അറിയൂ. അവിടെ വെച്ച് എന്താ നടന്നത്, അവിടെ മുതൽ അന്വേഷിച്ചു തുടങ്ങണം. അതിന് ശിവജി ആളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അന്വേഷിച്ചാൽ തിരിച്ചു കിട്ടും തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അവർ തന്നെ നിങ്ങൾക്ക് എന്റെ കോപ്പി എന്നോ? ഏയ്, ഞങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ട് ഓഫീസ് സ്റ്റാഫിനെ അവർ വിൽപത്രം വായിച്ച് കേൾപ്പിച്ചു. മാനേജർക്കും വർക്ക് സൂപ്പറിനും ഒക്കെ ഓരോ കോപ്പി കൊടുക്കുകയും ചെയ്തു. അതിലൊരെണ്ണത്തിന്റെ ഫോട്ടോ കോപ്പി ഞങ്ങൾ സംഘടിപ്പിച്ചതാ. നമ്മുടെ വിൽപത്രം ഒറിജിനലാണെന്ന് വാദിച്ചാൽ പോലും അതിന് നിലനിൽപ്പില്ലാതെ വരും. കാരണം നമ്മുടെ വിൽപത്രം തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ വിൽപത്രം എഴുതിച്ചിട്ടുള്ളത്. നിയമപ്രകാരം രണ്ടാമതൊരു വിൽപത്രം എഴുതുന്നതോടെ ആദ്യത്തേത് സ്വാഭാവികമായും അസാധുവായി തീരും. ഇത് തമ്പി കൊല്ലപ്പെടുന്നതിനും 2-3 ദിവസം മുമ്പ് മാത്രം എഴുതപ്പെട്ടവില്ല. അമ്മുവും സംഘവും ചേർന്ന് വ്യാജമായി ഉണ്ടാക്കിയ വിൽപത്രമാണ് ഇതെന്ന് നമുക്ക് വാദിച്ചാലോ മാധവേട്ട? 2 വിൽപത്രവും ഒരുമിച്ച് കോടതിയിൽ എത്തിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക് ദേവരാജ. ഒന്ന് വ്യാജമാണെന്ന് സംശയം വന്ന കോടതി അവ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. അവിടെ നമ്മുടെ കള്ളക്കളി പൊളിയും. അപ്പോ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആവോ മാധവേട്ട? നമ്മളുണ്ടാക്കിയ വിൽപത്രം ഇനി പുറത്തെടുക്കുകയേ ചെയ്യരുത്. കള്ളി വെളിച്ചത്തായ സെഷൻ 420 കൂടി നിങ്ങളുടെ തലയിൽ വരും. വഞ്ചനയിലൂടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുക. കേസ് തെളിഞ്ഞാൽ നിങ്ങളകത്തും ഞാൻ വക്കീൽ പണിയിന്ന് പുറത്തുമായി പോവും. പക്ഷേ ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ മാധവേട്ട. അത് വ്യാജമാണെന്ന് നമുക്ക് വാദിച്ചൂടെ? അല്ലാന്നുള്ളതിന് തെളിവും സാക്ഷിയൊന്നും ഇല്ലല്ലോ. അതൊരു പഴുത. എന്തായാലും നമുക്ക് നാനാ വഴിക്കും ശ്രമിച്ചു നോക്കാം. കൈ വന്നത് വിട്ടുകളരുതല്ലോ. ഞങ്ങൾ രക്ഷപ്പെട്ട മാധവേട്ടനും കൂടി അതിന്റെ ഗുണം. മുല്ലശ്ശേരി ഓഡിറ്റോറിയം മാത്രമല്ല, നിലമ്പൂരിലെയോ മണിമലയിലെയോ ഒരു തോട്ടവും കൂടി ഞങ്ങൾ മാധവേട്ടന് തരും. നരേന്ദ്രൻ തമ്പിയുടെ ആദ്യ ഭാര്യ എന്ന നിലയിൽ ഒരു അംഗീകൃത ഭാര്യയെയും മകളെയും കോടതിയിൽ ഹാജരാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് മാധവേട്ട, ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പോലും വരാം. അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാൻ തയ്യാറുള്ള 2 പേരെ കണ്ടെത്തി ഹാജരാക്കണം. മുംബൈയിൽ വെച്ച് വിവാഹം നടന്നു വന്നതിന് നമുക്കെന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടാക്കാം. ആ കളി വിജയിച്ചാൽ അമ്മുവുമായി തമ്പി നടത്തിയ വിവാഹത്തിന് നിയമസാധുത ഇല്ല എന്ന് വരും. ആ പഴുതുപയോഗിച്ച് ഈ വിൽപത്രത്തിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. എന്തു പറയുന്നു? ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം മാധവേട്ട. എങ്കിലും ഒട്ടും താമസിയാതെ അതിനുള്ള നീക്കം തുടങ്ങിക്കോ. എവിടെയെങ്കിലും വെച്ച് നമുക്കവരെ പൂട്ടാം.
ദീദി എവിടെ? അകത്തുണ്ട്. ദീദി ഞാൻ നിന്നെ കാത്തു നിൽക്കായിരുന്നു രാംദാസ്. വാർത്തകളൊക്കെ ശരിയാണ് ദീദി. നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടു. കബനിയിൽ നിന്ന് ശവം കിട്ടി. നീ കേരളത്തിൽ പോയോ? ഉവ്വ് ദീദി, 2 ആഴ്ച കേരളത്തിലായിരുന്നു. ഇത് നോക്കൂ. പത്രത്തിൽ കാണുന്നതേ മുഴുവൻ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നീ നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? തമ്പിയുടെ പെങ്ങളുടെ മകനാണ് ബോഡി തിരിച്ചറിഞ്ഞത്. അയാൾ ബോഡി ഏറ്റുവാങ്ങി നാട്ടിൽ കൊണ്ട് കർമ്മങ്ങൾ നടത്തി. പ്രതി ഞാൻ തന്നെയാ അല്ലേ രാംദാസ്? അതായിരിക്കുമല്ലോ എല്ലാവരുടെയും നിഗമനം. ശരിയാണ് ദീദി. ദീദി തന്നെയാണ് തമ്പിയെ കൊന്നതെന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയും നമ്മളെ കണ്ടുപിടിക്കാൻ അവരുടെ ശ്രമം. മറ്റു തരത്തിലുള്ള ഒരു അന്വേഷണം അവർ നടത്തുന്നില്ല. നരേന്ദ്രന്റെ സ്വത്തൊക്കെ ഇപ്പൊ ആരാ കൈകാര്യം ചെയ്യുന്നേ? അവളാണോ? അമല? അല്ല ദീദി, എസ്റ്റേറ്റും കമ്പനികളെല്ലാം തമ്പിയുടെ പെങ്ങളും മക്കളും സ്വന്തമാക്കി. അമലയും ശീതളയും അവരുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. എന്നിട്ട് അവരിപ്പോ എവിടെയാ? ഒരു ബന്ധു വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അമലയ്ക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷേ ശീതൾ എന്റെ കുട്ടിയാ. അവൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കരുത്. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ അവള് സുരക്ഷിതയാണോ? അമലയുടെ ബന്ധു നല്ലൊരു സ്ത്രീയാണ്. തൽക്കാലം ശീതളിന്റെ ജീവന ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു തരത്തിലുള്ള കുഴപ്പം അവൾക്ക് സംഭവിക്കരുത്. അവളെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. നമ്മൾ തന്നെ ഷെൽട്ടറുകൾ മാറിക്കൊണ്ടിരിക്കല്ലേ ദീദി? അതിനിടയിൽ ശീതളിനെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ വെക്കുന്നത് റിസ്ക് അല്ലേ? അവള് കൈവിട്ടു പോവാതെ നോക്കുക എന്നുള്ളതാ ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി എത്ര റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എല്ലാം ദീദിയുടെ ഇഷ്ടം. തമ്പിയുടെ മരണം നമുക്കൊരു തീരാ നഷ്ടം തന്നെയാ. അവനുണ്ടായിരുന്നെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നു. ഇപ്പൊ അവന്റെ കൊലപാതക കുറ്റം കൂടി എന്റെ തലയിൽ വന്നിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ കൊലപാതകയെ ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ട ഗതികേടില്ല, അല്ലേ? വേണമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാം ദീദി. തമ്പിയുടെ പെങ്ങളുടെ മക്കളെ എനിക്ക് സംശയം. തമ്പിയുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി അവര് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിൽ തമ്പിയുടെ കൈവശമുണ്ടായിരുന്ന പ്രമാണങ്ങൾ അവര് കൈവശപ്പെടുത്തി കാണും, അല്ലേ? സാധ്യതയുണ്ട് ദീദി. അങ്ങനൊരു പ്രമാണത്തിന്റെ പിൻബലമില്ലെങ്കിൽ അമലയും ശീതളിനെയും ഇത്ര പെട്ടെന്നൊന്നും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് സാധിക്കില്ല. ആ പ്രമാണങ്ങൾ നമുക്ക് കൈക്കലാക്കണം രാംദാസ്. അതുപോലെ തന്നെ ശീതളിനെയും നമുക്ക് വേണം. എല്ലാത്തിനും പുറമെ പോലീസിൽ നിന്ന് നമുക്ക് തല ഒളിപ്പിക്കുകയും വേണം. വലിയൊരു കുരുക്കിലാണല്ലോ ദീദി നമ്മൾ പെട്ടിരിക്കുന്നത്. അതൊന്നും ഈ കൽപ്പനയ്ക്ക് പുത്തിരിയല്ല രാംദാസ്. 14 വർഷം ജയിലിൽ ക്ഷമയോടെ കാത്തിരുന്നവളാ ഞാൻ. അല്പം കൂടി ക്ഷമിച്ചാൽ ഈ കുരുക്കും അഴിച്ചെടുക്കാൻ പറ്റും. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ദീദി. ശിവജി ജയിലിൽ നിന്നിറങ്ങി. അവനെ ആര് ജാമ്യത്തിലിറക്കി? അറിയില്ല ദീദി. അവനിപ്പോ കേരളത്തിലുണ്ട്. അമലയ്ക്ക് ശീതളിലും അവനായിപ്പോ തുണയായിട്ട് നിൽക്കുന്നത്. അത് കൂടുതൽ കുഴപ്പമാണല്ലോ.
തമ്പിയോടാണെങ്കിൽ നമുക്ക് വിലപേശാനെങ്കിലും പറ്റുമായിരുന്നു. ശിവജി അതിനു പോലും വഴങ്ങുന്നവനല്ല. അവനെ സഹായിക്കാൻ കേരളത്തിൽ ആരൊക്കെയോ ഉണ്ട്. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണമല്ലോ. നിങ്ങൾ പൊയ്ക്കോളൂ. എന്തു വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി ദീദി. പോലീസ് റെക്കോർഡ് അനുസരിച്ച് തമ്പി സാബ് ബസിലാവാടി റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. സാബിന്റെ കാർ അവിടുന്ന് കണ്ടെടുത്തു. കാറിലും പുറത്തും രക്തപ്പാടുകളുണ്ടായിരുന്നു. കൽപ്പനയുടെ ആളുകൾ തന്നെയായിരിക്കും അത് ചെയ്തതെന്നതിന് ഒരു സംശയവുമില്ല. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത്. കൽപ്പനയുടെ ആളുകൾ സാബിനെ കീഴ്പ്പെടുത്തി തട്ടിക്കൊണ്ടു പോയിരിക്കാം. കീഴ്പ്പെടുത്തുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം അങ്ങോട്ട് തന്നെയല്ലേ പോയത്. കൽപ്പന എവിടേക്ക് വിളിച്ചോ അവിടേക്ക് തന്നെ. അത് ശരിയാണല്ലോ. കൽപ്പനയ്ക്ക് ഏത് രഹസ്യ സങ്കേതത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകായിരുന്നു. റോഡിലിട്ട് തല്ലിക്കൊല്ലേണ്ട കാര്യമില്ല. പോലീസ് നിയമമുള്ള ഒരു രാജ്യത്ത് ഒരാളെ ഇങ്ങനെ പരസ്യമായി തന്നെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ശവം പുഴയിൽ താഴ്ത്താൻ മാത്രമുള്ള വിഡ്ഢിത്തം കൽപ്പനയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ അവൾക്ക് നിയമത്തിന് കീഴടങ്ങാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. കൽപ്പനയ്ക്കും അദ്ദേഹത്തിനും ഇടയിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നും അറിയാൻ സാധിച്ചേക്കും. എന്റെയും തോന്നൽ അത് തന്നെയാ. ശീതളിനെ തട്ടിക്കൊണ്ടു പോയത് തന്നെ കൽപ്പനയ്ക്ക് അവളെ വെച്ച് നരേന്ദ്രൻ തമ്പിയോട് വിലപേശാനായിരുന്നല്ലോ. അതിനർത്ഥം തമ്പി ജീവിച്ചിരിക്കണോന്നുള്ളത് കൽപ്പനയുടെ കൂടെ ആവശ്യമാണെന്നല്ലേ? അത് ശരിയാവാം മകൻ. സാബിനെ കൽപ്പന എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാവാം. ശീതളിനെ മുൻനിർത്തിയായിരുന്നു കൽപ്പനയുടെ ബാർഗൈനിങ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ നരേന്ദ്രൻ തമ്പിയെ മാത്രം ബന്ദിയായി വെച്ചതുകൊണ്ട് കൽപ്പനയ്ക്ക് എന്താ നേട്ടം? അവളുടെ കസ്റ്റഡിയിൽ നിന്ന് ശീതൾ രക്ഷപ്പെട്ടല്ലോ. ശീതളിന്റെ സ്വത്താണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വത്ത് മുഴുവൻ കൽപ്പനയുടെ പേർക്ക് എഴുതി കൊടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. സാബിന്റെ കാർ കണ്ടെത്തിയെടുത്തതെന്നും പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. എങ്ങനെ തുടങ്ങും ശിവജി? പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായമൊന്നും കിട്ടിയില്ലല്ലോ. പോലീസിന്റേതിനേക്കാൾ ഫലപ്രദമാണ് ബഹൻ അണ്ടർവേൾഡിന്റെ നെറ്റ്വർക്ക്. നമുക്ക് ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള കളി വേണ്ട. അറിയാം മാം സാബ്. പക്ഷേ കൽപ്പനയെ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു തുടക്കം കിട്ടൂ. കൽപ്പന നരേന്ദ്രൻ തമ്പിയെ എന്ത് ചെയ്തു എന്നറിയണം. തടവിൽ പാർപ്പിച്ചിരിക്കുകയാണോ? ആണെങ്കിൽ എന്താണ് അവളുടെ ഉദ്ദേശം? കൽപ്പന എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാലേ എല്ലാം നടക്കൂ. അവിടെ നിന്ന് വേണം തുടങ്ങാൻ. അവളിപ്പോ ഒളിവിലായിരിക്കുമെന്ന് തീർച്ച. കൽപ്പനയുടെ മുംബൈയിലെ ചില താവളങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത്തവണ അവള് മുംബൈ ചെല്ലാൻ സാധ്യതയില്ല. ഞാൻ എന്തായാലും കൽപ്പനയെ തിരക്കൊന്ന് പുറപ്പെടുകയാണ്. ബന്ദിപ്പൂർ ബസിലാവാടി റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെയാണല്ലോ സാബു മിസ്സായത്. ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. അന്ന് ശീതളിനെ തിരക്കി പോയതുപോലെ ആവല്ലേ? അദ്ദേഹം നിങ്ങളെ ഓർത്ത് എന്തുമാത്രം വിഷമിച്ചു. ഒരു കേസിൽ കുടുങ്ങിയുണ്ടല്ലേ, ഇനിയതുണ്ടാവില്ല. ഞാൻ നാളെ തന്നെ പുറപ്പെടും. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ശരി മാം സാബ്, വരട്ടെ. വിഷമിക്കണ്ട, ശിവജി എല്ലാം കണ്ടുപിടിക്കും.
ഇറക്കാം. വാ ഇറങ്ങാം. ചോദിച്ചാലും കൂടുതലുണ്ട്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? പോകാം, പക്ഷെ ഇവിടെ വന്ന കാര്യം നീ ഇപ്പൊ തന്നെ മറന്നേക്കണം, മനസ്സിലായോ? ഓ, ഇങ്ങനെ ഒരു രോഗി തനിക്കറിയില്ല. അയാൾ ഇവിടെ എത്തിച്ച കാര്യവും തനിക്കറിയില്ല. ഈ സ്ഥലം പോലും താൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഓ, മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഓർമ്മ വേണം, എന്നെയും നിന്നേക്ക് ഈ ജോലി ഏൽപ്പിച്ച ആളിന് പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തവരോട് അദ്ദേഹം ചിലപ്പോൾ തീരെ ദയയില്ലാതെ പെരുമാറിയെന്നും വരും. ഞാനാരോടും പറയില്ല. പൊയ്ക്കോ. അഴിക്കൂ.